നമസ്കാരം. ഓരോ വാക്കുകൾക്കും വളരെയധികം പ്രാധാന്യം ജീവിതത്തിലുണ്ട്. വാക്കുകൾ ശരിയായ രീതിയിൽ നാം പ്രയോജനപ്പെടുത്തിയില്ല എങ്കിൽ, അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല എങ്കിൽ അത് നമുക്ക് തന്നെ തിരിച്ചടിയായി ഭവിക്കാം. അല്ലെങ്കിൽ അതുമൂലം നിങ്ങൾക്ക് വിഷമതകൾ വർദ്ധിച്ചു എന്ന് വരാം. അതിനാൽ വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ചാണ് പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാകുന്നു. എന്നാൽ ഈശ്വരാധീനം നിറഞ്ഞു നിൽക്കുന്നതായ ഒരു വ്യക്തിക്ക് വാക്കുകൾ ശരിയായ രീതിയിൽ പ്രയോഗിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വാക്കുകൾ കൊണ്ട് മാത്രം പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില വാക്കുകൾ നാം ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ഈശ്വരാധീനത്താൽ ജീവിതത്തിലേക്ക് കടന്ന് വന്നിട്ടുള്ളതായ ഐശ്വര്യങ്ങൾ, ഉയർച്ച അല്ലെങ്കിൽ മറ്റ് സൗഭാഗ്യങ്ങളാണ് എങ്കിലും ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരും. ഞാൻ ഈ പരാമർശിക്കുന്നതായ വാക്കുകൾ നിങ്ങൾ വീടുകളിൽ പ്രയോഗിക്കുകയാണ് എങ്കിൽ, പറയുന്നുണ്ട് എങ്കിൽ, ആ വീടുകളിൽ ശിവകോപം വന്ന് ചേരുന്നതിന് കാരണമായി തീരും. ശിവകോപത്താൽ ആ വീടുകളിൽ പല കാര്യങ്ങളിലും ഉയർച്ചയ്ക്ക് ഭംഗം സംഭവിച്ചു എന്ന് വരാം. അതിനാൽ തന്നെ വീടുകളിൽ ഈ വാക്കുകൾ ഏവരും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശിവപ്രീതി അഥവാ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നശിച്ചു പോകും പോലുള്ള വാക്കുകൾ പലരും പല അവസരങ്ങളിലും പറയുന്നതാണ്. ഇപ്രകാരം പറയുന്നത് അത് നിങ്ങൾക്ക് ദോഷമായി തീരും എന്നുള്ളതാണ്. പല വിധത്തിലും ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതിന് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. അതിനാൽ നശിച്ചു പോകും എന്ന രീതിയിൽ നിങ്ങൾ വാക്കുകൾ പറയുകയാണ് എങ്കിൽ അത് ദുഃഖ ദുരിതങ്ങൾക്ക് കാരണമായി തീരുകയും അത് നിങ്ങൾ ചെയ്യുന്നതായ അല്ലെങ്കിൽ പറയുന്നതായ പ്രവൃത്തികളെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് ഇപ്രകാരം നിങ്ങൾ പറയുന്നതിലൂടെ ആ ദോഷകരമായ ഫലം ഇരട്ടിക്കും എന്നാണ് പറയുക. അതിനാൽ പ്രത്യേകമായും ഈ കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഒരിക്കലും പല കാര്യങ്ങളെയും നിങ്ങൾ പറയുവാൻ പാടുള്ളതല്ല. ആവശ്യമായ വസ്തുക്കൾ ഇല്ലാതാകുവാൻ അത് കാരണമായി തീരും. അതിനാൽ അത്തരത്തിൽ കഴിഞ്ഞു അല്ലെങ്കിൽ അത്തരം നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതലായും പറയാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യം കഴിഞ്ഞു അല്ലെങ്കിൽ ആ കാര്യം മൂലം ദോഷങ്ങൾ ഇരട്ടിക്കും. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഒന്നും ഇല്ല, കഴിഞ്ഞു, ഇത്തരത്തിൽ പല രീതിയിലും സംസാരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നെഗറ്റീവായ സംസാരങ്ങൾ പ്രധാനമായും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. അതല്ല എങ്കിൽ ആ വാക്കുകൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം. ദുഃഖ ദുരിതങ്ങൾക്കും വിഷമതകൾക്കും അത് കാരണമായി തീർന്നു എന്ന് വരാം. ആ വസ്തുക്കൾ തന്നെ ഇല്ലാതാകുന്നതിന് കാരണമായി തീരാം. വളരെ ശോചനീയമായ അവസ്ഥയ്ക്കും അത് കാരണമായി തീർന്നു എന്ന് വരാം. സ്ത്രീകൾ സാക്ഷാൽ മഹാലക്ഷ്മി ദേവിക്ക് തുല്യർ തന്നെയാണ്. അതിനാൽ എപ്പോഴും സ്ത്രീകളെ ബഹുമാനിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. എന്നാൽ പലരും സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ്. ഇപ്രകാരം സംസാരിക്കുന്നത് നിങ്ങളിൽ ഈശ്വരാധീനം നഷ്ടമാകുന്നതിന് കാരണമായി തീരും. ഈശ്വരകോപം വന്നു ചേരുന്നതിന്, ശിവകോപം വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും. അതിനാൽ സ്ത്രീകളെ ഒരു കാരണവശാലും അപമാനിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വളരെയധികം വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചടി ഉറപ്പാണ് എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. പലപ്പോഴും പല വ്യക്തികളും മറ്റുള്ളവരെ കുറിച്ച് അനാവശ്യമായ പല കാര്യങ്ങളും പറയുന്നതാണ്. തിരിച്ച് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് അനാവശ്യം പറയുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്യാം. എന്നാൽ ചില വ്യക്തികൾ അവർക്ക് അറിവില്ലാത്തതായ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോടുള്ള ദേഷ്യത്താലോ
പല കാര്യങ്ങളും അനാവശ്യമായി മാറുന്നതാണ്. അതായത് അത്തരത്തിൽ സംസാരം അനാവശ്യമായ കാര്യങ്ങളെ കുറിച്ചാകാം. അത്തരം സംസാരം മറ്റുള്ളവർക്ക് വേദന സൃഷ്ടിക്കുന്നു എന്ന് മാത്രമല്ല, അത് നിങ്ങൾക്കും ദോഷമായി ഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ശിവകോപം അല്ലെങ്കിൽ ഈശ്വര കടാക്ഷമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഇപ്രകാരം നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങളിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ഈശ്വരാധീനം പോലും നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായി തീരുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ ഇത്തരത്തിലുള്ള സംസാരം തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സ്വാർത്ഥമായ കാര്യങ്ങൾ ഒരിക്കലും പറയുവാൻ പാടുള്ളതല്ല. സ്വാർത്ഥമായ രീതികൾ ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ക്രമേണ പല കാര്യങ്ങളും നഷ്ടമാകുന്നതിന് ഉള്ളതായ, അതായത് നിങ്ങളിൽ കൂടി കൊള്ളുന്നതായ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിച്ചിട്ടുള്ള പല കാര്യങ്ങളും ക്രമേണ നഷ്ടമാകുന്നതിനും പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതിനും തടസ്സങ്ങൾ അഥവാ വിഘാതം സൃഷ്ടിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ അത്തരം കാര്യങ്ങളും തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കള്ളം പറയുവാൻ പാടുള്ളതല്ല. കള്ളം പലരും പറയുന്നതാണ്. അത് പല സാഹചര്യങ്ങളും കൊണ്ടും പലരും പറഞ്ഞു പോകുന്നതാകാം. എന്നാൽ ഇപ്രകാരം നിങ്ങൾ കള്ളം പറയുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ദോഷമായി ഭവിക്കും. നിങ്ങളിലുള്ള ഈശ്വരാധീനം, പോസിറ്റീവായ ഊർജം തന്നെ നഷ്ടമാകുന്നതിന് അത് കാരണമായി തീരുന്നു എന്നുള്ളതാണ്. അതിനാൽ സത്യം പറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ അത് നിങ്ങൾക്ക് പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുവാനും ഈശ്വര കടാക്ഷം നിങ്ങളിൽ നിലനിർത്തുവാനും അത് സഹായകരമായി തീരും. അതിനാൽ അത്തരം കാര്യങ്ങളിലും തീർച്ചയായും നിങ്ങൾ ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. വിശ്വാസം ഇല്ലാത്തതായ രീതിയിൽ ഒരിക്കലും നിങ്ങൾ സംസാരിക്കുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾ ചെയ്യാൻ പോകുന്നതായ കാര്യത്തിലോ അല്ലെങ്കിൽ ചെയ്യുന്നതായ കാര്യത്തിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വിശ്വാസമില്ലാതെ നിങ്ങൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല എന്നതാണ് വാസ്തവം. ഇപ്രകാരം സംസാരിക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് നെഗറ്റീവായ ഊർജം പ്രവേശിക്കുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വിചാരിച്ച അത്രയും ഫലം ലഭിക്കണം എന്നില്ല. അതിനാൽ തീർച്ചയായും സംസാരത്തിൽ ഈ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടദേവത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പല ദേവതകളിലും വിശ്വസിക്കുന്ന വ്യക്തികളുമായിരിക്കാം. എന്നാൽ വിശ്വാസപൂർവം ആ ദേവതകളെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ, പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും സഹായകരമായി തീരും. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം ആയിട്ടുണ്ടാകില്ല എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ അല്പം സമയം എടുത്തു എന്ന് വരാം. എന്നാൽ ഇത് ചിലർക്ക് അത് സഹിക്കുവാൻ സാധിക്കണം എന്നില്ല. തന്മൂലം ഇഷ്ടദേവതയെ അല്ലെങ്കിൽ മറ്റ് ദേവതകളെ പലരും നിഷിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ശുഭമാകില്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയെ അല്ലെങ്കിൽ മറ്റ് ദേവതകളെ നിഷിക്കരുത്. അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി സംഭവിച്ചു എന്ന് വരാം. കാരണം ജീവിതം അപ്രകാരമാണ്. കാരണം ജീവിതത്തിൽ സുഖങ്ങൾ മാത്രമല്ല ദുഃഖങ്ങളും കടന്നു വരും. അതിനാൽ തന്നെ ഒരു വ്യക്തിക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ നിർഭാഗ്യം പിന്തുടരുന്നതായ അവസരത്തിൽ പലരും ഗതികെട്ടവർ എന്ന് സ്വയം പറയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പലരും അപ്രകാരം പറയുകയും വിഷമിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അത് നിങ്ങൾക്ക് തന്നെ ദോഷമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരും. നെഗറ്റീവായ ഊർജം വന്ന് ചേരുന്നതിന് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ കൂടുതലായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചുകൊണ്ടേയിരിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളെ പോസിറ്റീവായി കണ്ട് തീർച്ചയായും നിങ്ങൾക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. പലപ്പോഴും പല വ്യക്തികൾക്കും പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇപ്രകാരം നിങ്ങൾക്ക് സാധിക്കാതിരിക്കുന്നതായ അവസരത്തിൽ
നിങ്ങൾ തന്നെ സ്വയം പുച്ഛിക്കുന്നതായ അവസ്ഥ വന്നു ചേരാം. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. അത് ചെയ്യാൻ സാധിക്കാത്തതായ കാര്യങ്ങളാൽ മാത്രമാകണം എന്നുമില്ല. എന്നാൽ ഇപ്രകാരം നിങ്ങൾ സ്വയം പുച്ഛിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അത് ഏറ്റവും ദോഷകരമാണ്. അത് നിങ്ങളിൽ കുടികൊള്ളുന്ന ആ ഈശ്വരാധീനത്തിന് കോട്ടം സംഭവിക്കുന്നതിന് കാരണമായി തീരാം. അതിനാൽ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കണം. പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. ഇത്തരം നെഗറ്റീവായ കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങളിൽ നിന്നും ഒഴിവാക്കുക.